ഞങ്ങൾ സ്ഥിരം ശല്യപ്പെടുത്തുമായിരുന്നു. ഞങ്ങൾ ഓരോ ദിവസവും പണി കഴിയുമ്പോൾ ഞങ്ങൾ നോക്കും. 7 വർഷം ആയ സമയത്ത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെയിൻ കോൺസെൻട്രേഷനാണ് ഈ കബോർഡ്സ് ഒക്കെ. നമ്മൾ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് ജെറൈൻ. എൻ്റെ പേര് നീതു. ഞങ്ങൾ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് കാര്യവട്ടത്താണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ 7 വർഷം ആയ സമയത്ത് നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കബോർഡ്സ് ഒക്കെ ആകെ നാശമായി, ഹിഞ്ചസ് ഒക്കെ റസ്റ്റായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കിച്ചൺ റെനോവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ കുറച്ച് നാളുകളായിട്ട് പ്ലാൻ ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തു. അതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഗൂഗിളിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ വന്ന പേര് ആംസൺ ഹോംസിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ വെബ്സൈറ്റ് നോക്കി, അവരുടെ പഴയ പ്രോജക്ട്സ്, അവരുടെ ക്ലയൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ്, അങ്ങനെ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വാട്സാപ്പിൽ ജസ്റ്റ് ഒരു എൻക്വയറി ഇട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ അദ്ദേഹം തിരിച്ചു വിളിക്കുകയും നമ്മുടെ വീട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ സമ്മതിക്കുകയും അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ വീട് ഒന്ന് വിസിറ്റ് ചെയ്യുകയും നമ്മുടെ സംശയങ്ങളും അതിനുള്ള മറുപടികളും അദ്ദേഹം തരികയും അതുപോലെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമ്മളങ്ങോട്ട് പറയുകയും അത് അദ്ദേഹത്തിൻ്റെ സജഷൻസ്, ഐഡിയാസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു ഫൈനലൈസ്ഡ് കിച്ചൺ റെനോവേഷനിൽ നിൽക്കുന്നത്. നമ്മുടെ മെയിൻ പ്രശ്നം ഒന്ന് റെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കബോർഡ്സിന്. രണ്ടാമത് നമുക്ക് സ്റ്റോറേജ് ഇല്ലായിരുന്നു. അപ്പം അതായിരുന്നു ഒരു മെയിൻ ഇൻറ്റൻഷൻ. നല്ലൊരു സ്റ്റോറേജ് വേണം. കാര്യം പാത്രങ്ങളൊക്കെ ആണെങ്കിലും കഴുകിയിട്ട് ഞങ്ങൾക്ക് സ്ലാബ് മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു മെയിൻ കോൺസെൻട്രേഷനാണ് ഈ കബോർഡ്സ് ഒക്കെ. നമ്മൾ അത് വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി കുട്ടികളൊക്കെ ഉള്ളപ്പോൾ വൈകുന്നേരം അവർ വന്നു കഴിയുമ്പോൾ അവരുടെ ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ് എല്ലാം കൂടെ ഇങ്ങനെ അടുക്കി സ്ലാബിൽ തന്നെ കംപ്ലീറ്റ് സ്പേസ് കൺസ്യൂം ചെയ്യായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് കൂട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഡിസൈൻ ചെയ്ത് നമുക്കിവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോ റിമൂവ് ചെയ്തിട്ട് നമ്മളവിടെ കംപ്ലീറ്റ് സ്റ്റോറേജ് ആക്കി. നമ്മൾ ഫിൽറ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഫിൽറ്റർ ആക്ച്വലി നമ്മുടെ വിൻഡോയുടെ പടിയിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ അങ്ങോട്ട് മാറ്റി ഇവിടെ ഒരു GTPT വെച്ചു. അങ്ങനെ കംപ്ലീറ്റ് സ്പേസ് യൂട്ടിലൈസ് ചെയ്തൊരു സ്റ്റോറേജ് പോർഷൻ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിൽ ഫുൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ ആദ്യം എങ്ങനെയാണോ ഉദ്ദേശിച്ചത്, ഇപ്പോൾ കളർ കോമ്പിനേഷനും പിന്നെ ഫെസിലിറ്റീസ് ആണെങ്കിലും പിന്നെ ഞങ്ങൾ കുറച്ചധികം സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡൗട്ട്സ്, കാര്യം നമ്മളും ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഡൗട്ട്സ് ചോദിക്കും, നമുക്കത് ക്ലാരിഫൈ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ശല്യപ്പെടുത്തുമായിരുന്നു. ഞങ്ങൾ ഓരോ ദിവസവും പണി കഴിയുമ്പോൾ ഞങ്ങൾ നോക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും എല്ലാ ദിവസവും ഓഫീസിൽ പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് നോക്കി നടത്താനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം കംപ്ലീറ്റ്ലി നമ്മൾ ആംസൺ ഹോംസിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പം കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ, വളരെ കമ്മിറ്റ്മെൻറ്റോടു കൂടി വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. അതിന് ആംസൺ ഹോംസിന് ബിഗ് താങ്ക്സ്.